സ്റ്റാർ നയൻതാര ഇട്ട പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ചെമ്പരത്തിയുടെ ചായയുടെ ഗുണത്തെക്കുറിച്ച് താരമിട്ട പോസ്റ്റിനെതിരെ ദി ലിവർ ഡോക്ടർ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഡോക്ടർ സിറിയക് ബി ഫിലിപ്സ് ആണ് താരത്തിന്റെ പോസ്റ്റിനെതിരെ വിമർശനം ഉന്നയിച്ചത്. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ചായയാണ് ഹിബിസ്കസ് ചായ അഥവാ ചെമ്പരത്തി ചായ എന്നായിരുന്നു താരത്തിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഇത് ആയുർവേദത്തിൽ കാലങ്ങളായി ഉപയോഗിക്കുന്നതാണെന്നും പലതരം രോഗങ്ങൾക്ക് നല്ലതാണെന്നും താരം പറഞ്ഞിരുന്നു. പ്രമേഹം, കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം എന്നിവയ്ക്കൊക്കെ മികച്ചതാണ് ചെമ്പരത്തി ചായ. ഇതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ന്യൂട്രിസ്റ്റ് മുൻ ഗനേരിവാളിനെ സമീപിക്കാനും താരം പറയുന്നുണ്ട്. എന്നാൽ ഇത് വെറും ന്യൂട്രിസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള തന്ത്രമാണെന്നും താരം പറയുന്നത് അസംബന്ധമാണെന്നുമാണ് ഡോക്ടറിന്റെ വാദം. ഇതോടെ നയൻതാരയുടെ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡോക്ടർക്കുള്ള മറുപടിയും നൽകിയിരുന്നു. ചെമ്പരത്തി ചായയുടെ ഗുണങ്ങൾ വ്യക്തമാക്കുന്ന ലിങ്ക് സഹിതം പങ്കുവച്ചായിരുന്നു പിന്നെ താരം പോസ്റ്റ് ഇട്ടത്. എന്താണ് ചെമ്പരത്തി ചായ? പേര് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ സുലഭമായി കാണപ്പെടുന്ന ചെമ്പരത്തി ഉപയോഗിച്ചാണ് ഈ ചായ തയ്യാറാക്കുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ചെമ്പരത്തി ചായ. ചെമ്പരത്തി പൂക്കൾ ഉണക്കിയെടുത്ത ശേഷം വെള്ളത്തിലിട്ട് തിളപ്പിച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഈ ചായ പതിവായി കുടിക്കുന്നതിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ബാക്ടീരിയകളോട് പോരാടുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുമൊക്കെ ചെയ്യുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ചായ ചൂടോടെയാണ് തണുപ്പിച്ചുമൊക്കെ കുടിക്കാവുന്നതാണ്. നൂറുകണക്കിന് ഇനത്തിൽപ്പെട്ട ചെമ്പരത്തി ചെടികൾ ലോകത്തുണ്ട്. ഇവ വളരുന്ന സ്ഥലവും കാലാവസ്ഥയും അനുസരിച്ച് ഓരോന്നിൻ്റെയും രൂപത്തിലും നിറത്തിലുമൊക്കെ വ്യത്യാസമുണ്ട്. ശംഖുപുഷ്പത്തിന്റെ ചായയും പലരും സ്ഥിരമായി കുടിക്കാറുണ്ട്. ഇതും ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിലെ കോശങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്ക് എതിരെ പോരാടാൻ ശേഷിയുള്ള തന്മാത്രകളാണ് ആന്റി ഓക്സിഡന്റുകൾ. ചെമ്പരത്തി ചായയിലെ സത്തിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ശരീരത്തിലെ എൻസൈമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഫ്രീ റാഡിക്കലുകളുടെ ഉത്ഭവം 92% വരെ കുറയ്ക്കാൻ ഇതിന് സാധിക്കുമെന്നും കണക്കാക്കുന്നു. മാത്രമല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നത് പെട്ടെന്ന് രോഗം വരാതിരിക്കാനും സഹായിക്കും. കരളിന് നല്ലത് പ്രോട്ടീനുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് തുടങ്ങിയ പിത്തരസം ഉണ്ടാകുന്നത് കരളിന്റെ ജോലിയാണ്. കരളിന്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന സത്തുക്കൾ ഉള്ളിലെത്തുന്നത് വഴി ലിവർ സിറോസിസ് പോലുള്ള രോഗാവസ്ഥയെ പ്രതിരോധിക്കാൻ കഴിയും. ശരീരഭാരം നിയന്ത്രിക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് അമിതവണ്ണം. ഇത് കുറയ്ക്കാനുള്ള ഡയറ്റ് എടുക്കുന്നവർക്ക് ചെമ്പരത്തി ചായ ഏറ്റവും നല്ലതാണ്. ശരീരത്തിലെ കൊഴുപ്പ്, ബോഡി മാസ് സൂചിക, അരഭാഗത്തെ കൊഴുപ്പ് എന്നിവയെല്ലാം വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ ഇത് കുടിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ബാക്ടീരിയകളെ ചെറുക്കാനും സാധിക്കും. ബ്രോങ്കൈറ്റിസ് മുതൽ ന്യൂമോണിയ വരെയുള്ള അസുഖങ്ങളെ പ്രതിരോധിച്ച് നിർത്താനുള്ള ശേഷിയും ചെമ്പരത്തി ചായക്കുണ്ട്. മൂത്രനാളിയിലൂടെ പലതരം അണുബാധകൾക്ക് കാരണമാകുന്ന ബാക്ടീരിയകളെ ഇത് ചേർക്കാൻ ഫലപ്രദമാണെന്നും പറയാറുണ്ട്. ചെമ്പരത്തി ചായ എങ്ങനെ തയ്യാറാക്കാം? ഇതിനായി ഫ്രഷായി പറിച്ചെടുത്ത ചെമ്പരത്തിയുടെ ഇതളുകൾ നന്നായി കഴുകി ഉണക്കിയെടുക്കുക. ഇതിന് ശേഷം 1 കപ്പ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ചൂടായോ അല്ലാതെയോ ഇത് കുടിക്കാവുന്നതാണ്. ഇതിൽ തേനും നാരങ്ങാ നീരും ഒക്കെ ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് ചെമ്പരത്തി ചായയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്ന് പറയുന്നത്.